മൂവിയുടെ തുടക്കത്തിൽ ഒരു വലിയ വീട്. ഈ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ അലറിക്കരച്ചിലാണ് നമ്മൾ കേൾക്കുന്നത്. പ്ലീസ് എന്നെ രക്ഷിക്കണേ, എന്നെ ഒന്നും ചെയ്യല്ലേ. പാവം സ്ത്രീ അവർ സഹായത്തിനായി കേഴുകയാണ്. അപ്പോൾ ഈ വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു മുയലിനെയും പിടിച്ച് പേടിച്ച് വിറച്ച് ഉള്ളിൽ നടക്കുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പയ്യന്റെ അമ്മയാണ് അലറിക്കരയുന്നത്. അവരെ ഉപദ്രവിക്കുന്നതോ ഈ പയ്യന്റെ അച്ഛനും. അയാൾ തീരെ ശരിയല്ല, ഒരു പക്കാ സൈക്കോ. ഡ്രഗ് അടിച്ച് ഭാര്യയെ അടിക്കലാണ് അയാളുടെ പ്രധാന ഹോബി. അങ്ങനെ ഈ പയ്യൻ പേടിച്ച് അമ്മയുടെ റൂമിന്റെ അടുത്തേക്ക് വരുമ്പോഴുണ്ട് രക്തത്തിൽ കുളിച്ച് അമ്മ ഡോർ തുറന്ന് മകന്റെ മുന്നിലേക്ക് വന്നിട്ട്, പ്ലീസ് മോനെ എന്നെ രക്ഷിക്ക്, നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാം. പെട്ടെന്ന് ക്രൂരനായ ഭർത്താവ് അവരെ ഉള്ളിലേക്ക് വലിച്ച് കഥ കടച്ചു. പയ്യൻ വേഗം പോലീസിനെ ഇൻഫോം ചെയ്തു. അങ്ങനെ പോലീസ് വരുമ്പോൾ ഈ സൈക്കോ പോലീസിന് നേരെ കത്തിയും ചൂണ്ടി നിൽക്കുവാണ്. എന്തായാലും പോലീസ് ആ സൈക്കോയെ കീഴ്പ്പെടുത്തി. എന്നിട്ട് ഓഫീസർ ആ പയ്യന്റെ അമ്മയുടെ റൂമിലേക്ക് പോകുന്നു. അവിടുത്തെ രംഗം കണ്ട് അദ്ദേഹത്തിന്റെ സർവീസിൽ ഇത്രയും ഭയാനകമായ കാഴ്ച കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഇതെല്ലാം കണ്ട് വൊമിറ്റ് ചെയ്യാൻ തോന്നി പുറത്തേക്കോടി. ഈ അവസരത്തിൽ ആ പയ്യൻ അമ്മയുടെ അടുക്കൽ ചെന്നിട്ട്, അമ്മേ പേടിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കാം. അടുത്ത സെക്കൻഡിൽ അനങ്ങിക്കൊണ്ടിരുന്ന അമ്മയുടെ കാൽ നിശ്ചലമാകുന്നു. ഈ സീൻ ഇവിടെ കട്ടാവുകയാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് കുറെ വർഷത്തിനു ശേഷമുള്ള സീനാണ്. അവിടെ സാറ എന്ന പെൺകുട്ടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ജനൽ വഴി പുറത്തേക്ക് നോക്കുമ്പോൾ അടുത്ത വീട്ടിൽ പുതുതായി താമസിക്കാൻ വന്ന അയൽക്കാരനെ കാണുന്നു. അവൾ വേഗം ഭർത്താവായ ജോഷിനോട് അയലത്തെ വീട്ടിൽ പുതിയ താമസക്കാരൻ വന്നിട്ടുള്ള കാര്യം പറഞ്ഞു. ഈ ജോഷ് ആണെങ്കിൽ കാസിനോവയിലാണ് വർക്ക് ചെയ്യുന്നത്. സാറയാണെങ്കിൽ ഒരു റിസർച്ച് സ്റ്റുഡന്റ് ആണ്. അങ്ങനെ ജോഷും സാറയും കൂടി പുതിയ നെയ്ബറിനെ കാണാനായി അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഒരാൺകുട്ടിയാണ് ഡോർ തുറക്കുന്നത്. സാറയും ജോഷും അവന്റെ ആൾക്കാരാണെന്ന് പരിചയപ്പെടുത്തി. അവനും അവന്റെ പേര് പറയുന്നു. അവന്റെ പേര് ഡെയിൽ എന്നാണ്. സാറ അവന് കഴിക്കാന് കുക്കീസുമായാണ് വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഡെയിൽ സാറയെ വളരെ സൂക്ഷ്മമായി നോക്കുന്നു. ഇത് കണ്ട് വല്ലായ്മ തോന്നിയ സാറ ചോദിക്കുന്നു, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങളെ കാണുമ്പോൾ മറ്റൊരാളുടെ ഓർമ്മ വരുന്നെന്ന് ഡെയിൽ മറുപടി നൽകി. ഇത് കേട്ട് സാറ ഓക്കെ ഡെയിൽ, ഇനിയും കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഇത് കഴിഞ്ഞ് സാറ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഫ്രണ്ട് ഒരു ഡോക്ടറാണ്. കൂടാതെ അവൾ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. പക്ഷേ അവൾ ഡിവോഴ്സ്ഡുമാണ്. അവൾക്ക് കൂട്ടുണ്ടെന്ന് പറയാൻ ഒരു ഡോഗ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫ്രണ്ടുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാറ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് സാറ ഡെയിലിനെ കണ്ടുമുട്ടി. ഡെയിൽ ഈ സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സാറ, ഡെയിൽ നീ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? എത്ര നാളായി? ഡെയിൽ പറയുന്നു, അതെ, ഞാനിവിടെ കുറച്ച് നാളായി. അവന് സാറയെ കണ്ടതോടെ വല്ലാത്ത സന്തോഷം തോന്നി. അതുകൊണ്ട് അവൾ പർച്ചേസ് ചെയ്ത എല്ലാ സാധനങ്ങളും ഡെയിലാണ് സാറയുടെ കാറിൽ കൊണ്ടുപോയി വെക്കുന്നത്. അങ്ങനെ കാറിൽ വെച്ചതിന് ശേഷം അവൻ അകത്ത് പോയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും തിരിച്ചു വരുന്നു. സോറി, ഞാൻ നിങ്ങളുടെ കീ തരാൻ വിട്ടുപോയി. സാറയ്ക്ക് കീ കൊടുത്തിട്ട് അവൻ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഷോപ്പിലേക്ക് പോകുന്നു. അടുത്ത സീനിൽ കാസിനോവയിൽ വർക്ക് ചെയ്യുന്ന ജോഷിനെ കാണിക്കുന്നു. അവിടെ ഒരു പെൺകുട്ടി ഈ ജോഷിനെ വളയ്ക്കാനായി പല അടവുകളും പുറത്തെടുക്കുകയാണ്. പക്ഷേ ജോഷ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവളെ ഇഗ്നോർ ചെയ്തു. കാരണം അവന് സാറയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അവളല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് അവൻ ചിന്തിക്കുക കൂടിയില്ല. ഇത് കഴിഞ്ഞ് കുളിച്ചുകൊണ്ടിരിക്കുന്ന സാറയാണ് കാണിക്കുന്നത്. സാറയ്ക്കപ്പോൾ ഒരാഗ്രഹം, ഒരു കുഞ്ഞിനെ പറ്റി. കുഞ്ഞുമൊത്ത് നല്ല ഫാമിലിയായി ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോഷ് വരുമ്പോൾ സാറ ഈ കാര്യം ജോഷിനോട് ഷെയർ ചെയ്യുകയാണ്. എന്നാൽ ജോഷ് പറയുന്നത്, നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ, ഒന്ന് സെറ്റിൽ ആവട്ടെ. അതുകൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സാറയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായി. അതിൽ നിന്ന് സാറയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ അത്ഭുതമാണ്. അപ്പോൾ ഉടനെ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ജോഷ് അവളെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ഇതിനു ശേഷം സാറ ആക്സിഡന്റിൽ നെറ്റിയിലുണ്ടായ മുറിവിൽ മരുന്ന് പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. വിളിച്ചിരിക്കുന്നത് ജോഷാണ്. ജോഷിന് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് രാത്രി വരാൻ പറ്റില്ല, രാവിലെ വരുള്ളൂ. ഇത് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ഈ സീൻ അവിടെ കട്ടായിട്ട് അടുത്തതായി ഡെയിലിനെ കാണിക്കുന്നു. ഡെയിലാണെങ്കിൽ സാറ രാവിലെ അവന് കൊടുത്ത ആ ബിസ്ക്കറ്റ് ഒറ്റയിരുപ്പിലിരുന്ന് കഴിക്കുകയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞ് നേരെ സാറയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് പ്ലേറ്റ് കൊടുത്തിട്ട് ഡെയിൽ ചോദിക്കുന്നു, നിങ്ങൾ തന്ന ബിസ്ക്കറ്റിന് എന്തൊരു ടേസ്റ്റ് ആണ്, അത് ഏത് ബ്രാൻഡാണ്? സാറ അപ്പോൾ അതിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട്, ഓക്കെ ഡെയിൽ, നേരം ഒരുപാടായി, നാളെ കാണാമെന്ന് പറഞ്ഞ് ഡെയിലിനെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം സാറ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്യുകയാണ്. പക്ഷെ ഇതിനിടയിൽ അവൾക്ക് ഉറക്കം വന്നിട്ട് സോഫയിലേക്ക് കയറി കിടന്നുറങ്ങി. പക്ഷേ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നത് അവൾ സ്റ്റോപ്പ് ചെയ്യാൻ വിട്ടുപോയായിരുന്നു.
അങ്ങനെ പിറ്റേന്ന് രാവിലെ സാറ ശ്വാസം മുട്ടി ഞെട്ടി ഉണരുകയാണ്. മാത്രമല്ല അവൾക്ക് എന്തൊക്കെയോ ബാഡായി ഫീൽ ചെയ്യുന്നു. കാരണം അവൾ കഴിഞ്ഞ ദിവസം സോഫയിലായിരുന്നല്ലോ കിടന്നുറങ്ങിയത്. പിന്നെങ്ങനെ ബെഡിൽ വന്നു? പെട്ടെന്ന് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണാടിയിൽ വന്ന് നോക്കുമ്പോൾ മറ്റൊരു ഷോക്ക്. അതെന്തെന്നാൽ ഇന്നലെ ഉറങ്ങുന്നതിന് മുമ്പ് ഇട്ടിരുന്ന ഡ്രസ്സ് വേറെ, ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് വേറെ. അവൾ ഡ്രസ്സ് മാറിയതായി ഒരു ഓർമ്മയുമില്ല. ആകെ കൺഫ്യൂഷൻ അടിച്ച സാറ പെട്ടെന്ന് തന്നെ ഡോക്ടറായ ഫ്രണ്ടിനെ പോയി കാണുന്നു. എന്നിട്ട് സംഭവിച്ചതെല്ലാം ഫ്രണ്ടിനോട് പറയുന്നു. അപ്പോൾ ഫ്രണ്ട് ഇതെല്ലാം കേട്ട് ഒരു ചിരി ചിരിച്ചിട്ട്, നോക്കൂ, നീ ഇന്നലെ വീട്ടിൽ തനിച്ചായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെതായ സ്ട്രെസ്സിലുണ്ടായ തോന്നലുകളാണിതെല്ലാം. നിനക്ക് മാത്രമല്ല എനിക്കും ഇതുപോലെ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രഗ്നന്റ് ആയതിനു ശേഷം എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഫ്രണ്ട് അങ്ങനെ അവളെ പറഞ്ഞ് സമാധാനപ്പെടുത്തി വിടുന്നു. അടുത്ത സീനിൽ സാറ വീട്ടിൽ വന്നിട്ട് വാഷിംഗ് മെഷീനിൽ തുണി ഇടാനായി നോക്കുമ്പോൾ അവൾ തലേ ദിവസം ഇട്ടിരുന്ന ഡ്രസ്സ് അതിൽ കിടക്കുന്നത് കണ്ടു. കൂടാതെ ആ ഉടുപ്പിലാണെങ്കിൽ ബ്ലഡ്. അപ്പോൾ ഈ ഉടുപ്പിൽ എങ്ങനെ ബ്ലഡ് വന്നു? അവൾക്ക് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വളരെ ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ ജോഷ് സാറയുടെ അടുത്ത് വന്നിട്ട് അവളോട് ചോദിക്കുന്നു, എന്തു പറ്റി? എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നേ? സാറ ഇതിനുള്ള മറുപടി പറയുന്നതിന് മുമ്പായി ജോഷിന് ഒരു ഫോൺ കോൾ വരുന്നു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഈ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ ജോഷിന്റെ മുഖം വാടാൻ തുടങ്ങി. അതെന്താന്നുള്ളത് ഇപ്പോൾ നമ്മളെ കാണിക്കുന്നില്ല. പിന്നീട് അന്ന് രാത്രിയിൽ സാറ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തലേ ദിവസം അവൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ കേൾക്കുമ്പോഴുണ്ട് അവൾ ഉറങ്ങിയതിനു ശേഷം ആരോ നടന്നു വരുന്ന സൗണ്ട് കേൾക്കുന്നു. കൂടാതെ അവളെ അടിച്ചിട്ട് ബോധം കെടുത്തി വേദനിപ്പിക്കുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സാറ ഭയന്ന് അലറാൻ തുടങ്ങി. അവൾ ഇക്കാര്യം ജോഷിനെ അറിയിക്കാനായി വരുമ്പോൾ ജോഷിനെ ആരോ മുഖത്ത് കവറിട്ട് മൂടി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. സാറ വേഗം ജോഷിന്റെ മുഖത്തെ കവർ വലിച്ചു കീറിയിട്ട് ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാനായി പോകുമ്പോൾ ആരോ അവളെയും ആക്രമിച്ച് കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുകയാണ്. അങ്ങനെ അടുത്ത ദിവസമായപ്പോഴുണ്ട് സാറ ശ്വാസം മുട്ടി ഞെട്ടി ഉണരുകയാണ്. സാറയ്ക്കപ്പോൾ എന്തൊക്കെയോ വല്ലാത്ത ഫീലിങ്സ്. അടുത്ത് തന്നെ ജോഷും കിടപ്പുണ്ട്. അവനും സാറയ്ക്ക് തോന്നിയ അതേ അനുഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സാറയ്ക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. കാരണം എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ അരുതാത്ത എന്തോ സംഭവിക്കുന്നുമുണ്ട്. ആ കാര്യം ജോഷിനെ ബോധ്യപ്പെടുത്താനായി റെക്കോർഡ് ചെയ്ത ഓഡിയോ കാണിക്കാനായി ഫോൺ എടുക്കുമ്പോൾ ഫോൺ ഡാമേജ് ആയിരിക്കുന്നു. എല്ലാം തോന്നലാണെങ്കിൽ ഫോൺ എങ്ങനെ കേടാകാനാണെന്ന് സാറയുടെ സംശയം. ജോഷ് അവളെ സമാധാനപ്പെടുത്തുകയാണ്. അടുത്ത സീന് ഫ്രണ്ടിനെ പോയി കണ്ടിട്ട്, നീ തന്ന മെഡിസിൻ കഴിച്ചിട്ടും ഒന്നും വർക്കാകുന്നില്ല. എനിക്കിപ്പോഴും അതിൽ നിന്ന് മോചനം കിട്ടുന്നില്ല. ഓരോ പ്രാവശ്യവും ഞാൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോഴും എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു. അതുമാത്രമല്ല വീട് ക്ലീൻ ചെയ്ത മണവും അടിക്കുന്നു. പിന്നെ ഇതിനേക്കായി മറ്റൊരു അത്ഭുതം, ആക്സിഡന്റ് ഉണ്ടായപ്പോഴുള്ള മുറിവിന്റെ പാട് അതിപ്പോൾ കാണുന്നില്ല. ഇതിനെപ്പറ്റിയെല്ലാം ജോഷിനോട് പറഞ്ഞാൽ അവൻ വിശ്വസിക്കില്ല. അതും പോരാഞ്ഞ് എനിക്ക് ഭ്രാന്താണെന്ന് പറയും. ഇതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ജോഷിന്റെ മെസ്സേജ് വരുന്നു. നീ ഇപ്പോൾ വല്ലാതെ ടെൻഷനല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോകാം. അടുത്ത സീനിൽ ജോഷും സാറയും അങ്ങനെ ട്രിപ്പ് പോവുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിലൊന്നും സാറയ്ക്ക് ഇതിനു മുമ്പുണ്ടായ ദുർസ്വപ്നങ്ങളൊന്നും കാണുന്നില്ല. മാത്രമല്ല അവർ രണ്ടുപേരും വളരെയധികം എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ഇവർ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് സാറ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയുന്നു, എനിക്കിപ്പോൾ പഴയതുപോലെയുള്ള അനുഭവങ്ങളൊന്നുമില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്. ഒരു പക്ഷേ എന്റെ ടെൻഷൻ കൊണ്ട് തോന്നിയതായിരിക്കുമെല്ലാം. പെട്ടെന്ന് അവൾക്ക് ഛർദ്ദിക്കാൻ തോന്നി വാഷ്റൂമിലേക്ക് പോയി ഛർദ്ദിക്കുകയാണ്. അങ്ങനെ ഛർദ്ദിൽ കഴിഞ്ഞ് വളരെ ടയേർഡായ സാറ സോഫയിൽ പോയി കിടന്നു. ഒരു പക്ഷേ ഫുഡ് പോയിസൺ അടിച്ചതായിരിക്കും. എന്നാലും അവൾ വീണ്ടും ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് കുറച്ച് നടന്നിട്ട് വരാമെന്ന് കരുതി വീടിന് പുറത്തേക്ക് വരുമ്പോൾ ഡെയിലിനെ കാണുന്നു. അപ്പോൾ ഡെയിലാണെങ്കിൽ വളരെ ദേഷ്യപ്പെട്ട് വലിയ അധികാരത്തോടെ ചോദിക്കുവാണ്, നീ ഇത്ര ദിവസം എവിടെ ആയിരുന്നു? നീ എന്താ എന്നോട് പറയാതെ പോയത്? ഇത് കേട്ട് സാറയ്ക്ക് ദേഷ്യം വന്നിട്ട്, ഞാൻ എവിടെ പോയാലും നിന്നോട് എന്തിനു പറയണം? നീ എന്തിന് ഇതെല്ലാം അന്വേഷിക്കുന്നേ? അപ്പോൾ ഡെയിൽ വളരെ കൂളായി, ഇല്ല, ഞാൻ ചുമ്മാതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇത് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ സാറയ്ക്ക് അവന് എന്തോ സംശയം മണക്കുന്നു. അതിനാൽ ഉടനെ ഡെയിൽ വീട്ടിലില്ലെന്നറിഞ്ഞ് സാറ അവന്റെ വീട് ചെക്ക് ചെയ്യാനായി പോകുന്നു. അങ്ങനെ വീടിനുള്ളിൽ ചെല്ലുമ്പോൾ കുപ്പത്തൊട്ടിയെക്കാട്ടി കഷ്ടം, വേസ്റ്റ് എല്ലാം വാരി വലിച്ചിട്ടേക്കുന്നു. കൂടാതെ ഒരു ഷെൽഫ് നിറയെ സാറ ഡെയിലിന് കൊടുത്ത അതേ ബ്രാൻഡിലുള്ള ബിസ്ക്കറ്റുകൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ അമ്മയുടെ കുറെ ഫോട്ടോസ്, അതെല്ലാം അമ്മ മരിച്ചു കിടക്കുന്ന ഫോട്ടോസ് ആണ്. ഇതിന്റെ ബാക്കിൽ അമ്മ മുകളിൽ നിന്ന് വീണപ്പോൾ, അമ്മയുടെ കൈ ഒടിഞ്ഞപ്പോൾ, അങ്ങനെ ഓരോ ഫോട്ടോസിന്റെയും ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇതെല്ലാം കൂടി കാണുമ്പോൾ സാറയ്ക്ക് അവനിൽ സംശയം ഇരട്ടിയാവുകയാണ്. ഇതേ സമയം ഡെയിൽ എന്തോ മറന്നു വെച്ചത് കാരണം തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. എന്നാൽ അതറിയാതെ സാറ കൂടുതൽ ചെക്ക് ചെയ്യാനായി ഡെയിലിന്റെ റൂമിലേക്ക് വന്നിട്ട് ഒരു ബോക്സ് കാണുന്നു. അവൾ ആ ബോക്സ് എടുത്ത് തുറന്നു നോക്കുമ്പോൾ അതിൽ കുറെ ഡ്യൂപ്ലിക്കേറ്റ് കീകൾ, കൂടാതെ അതുണ്ടാക്കാനുള്ള അച്ചുകളും. ഇതിൽ ഷോക്കായിട്ടുള്ളത് ഈ കൂട്ടത്തിൽ സാറയുടെ വീടിന്റെ കീയുമുണ്ട്. അവൾ ഒന്ന് ആലോചിക്കുമ്പോഴാണ് കാര്യം മനസ്സിലായത്. സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഡെയിൽ മറന്നു വെച്ചെന്ന് പറഞ്ഞ് പിന്നീട് അവളുടെ കീ കൊണ്ട് കൊടുത്തില്ലേ, ഇതിനിടയിൽ അവൻ ആ കീയുടെ പ്രിന്റ് എടുത്തിരുന്നു.
അതുകൂടാതെ ബോക്സിൽ നിന്ന് കുറെ ഫോട്ടോസുകളും കൂടി കിട്ടുകയാണ്. അതെല്ലാം സാറയുടേതാണ്. സാറ മരിച്ചു കിടക്കുന്ന ഫോട്ടോസുകളാണിതെല്ലാം. ഇതെല്ലാം കണ്ട് സാറ ഭയന്നിരിക്കുമ്പോൾ ഡെയിൽ ബാക്കിലൂടെ വന്ന് ചുറ്റിക വെച്ച് അവളുടെ തലക്കടിച്ചു. അതോടെ അവളുടെ ബോധം പോയി. അങ്ങനെ തിരിച്ച് ബോധം വന്നപ്പോൾ അവൾ ഞെട്ടിയിരിക്കുകയാണ്. എന്നാൽ അവൾ ഇപ്പോൾ അവളുടെ വീട്ടിൽ തന്നെയാണ്. സാറയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അവൾക്കൊന്നും ഓർമ്മയില്ല. സാറ അപ്പോൾ അവളുടെ തലയിൽ തൊടുമ്പോൾ കയ്യിൽ ബ്ലഡ് പറ്റുന്നു. ഇത് കണ്ട് വല്ലാതെ ടെൻഷനായ സാറ വീണ്ടും ഫ്രണ്ടിനെ പോയി കാണുകയാണ്. അവൾ ഫ്രണ്ടിനോട് കാര്യങ്ങൾ പറയുമ്പോൾ ഡോക്ടർ ഫ്രണ്ട് ചെക്ക് ചെയ്തിട്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയി അറിയണമെങ്കിൽ നമുക്കൊരു സ്കാനിങ് ചെയ്യാം. എന്നാൽ ഇതിനിടയിൽ സാറയ്ക്ക് ഛർദ്ദിക്കാൻ തോന്നി വേഗം വാഷ്റൂമിലേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ അവിടെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിട്ടിയിരിക്കുന്നത് സാറ കണ്ടു. ഇനി ഒരു പക്ഷേ പ്രഗ്നന്റ് ആയിരിക്കുമോ? ഒന്ന് ചെക്ക് ചെയ്തേക്കാമെന്ന് കരുതി അവൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ സംഗതി അത് തന്നെ, സാറ പ്രഗ്നന്റ് ആണ്. അവൾ ഫ്രണ്ടിനോടും ഈ കാര്യം പറഞ്ഞ് രണ്ടുപേരും വളരെയധികം സന്തോഷിച്ചു. അതിനുശേഷം വീടിന് പുറത്തേക്ക് വരുമ്പോൾ ഡെയിലിനെ കാണുന്നു. സാറ ഡെയിലിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, നീ എന്താ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണോ? ഏയ് അല്ല, ഞാൻ കുറച്ചു നേരമായി ഇവിടെ വന്നിട്ട്, അല്ലാതെ നിങ്ങളെ കണ്ടത് കൊണ്ടൊന്നുമല്ല. അവൻ സാറയ്ക്ക് മറുപടി നൽകിയെങ്കിലും സാറയുടെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഒന്ന് പരിഭ്രമിച്ച് നിൽക്കുന്നു. അപ്പോൾ സാറയുടെ ഫ്രണ്ട് ചോദിക്കുന്നു, കുറച്ച് മാസമായല്ലോ നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ട്, എവിടെ ആയിരുന്നു? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ ഡെയിലായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് സാറയുടെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തിക്കുന്നത്. എന്നാൽ അവനിപ്പോൾ അങ്ങോട്ട് പോകാറില്ല. അതിനെക്കുറിച്ച് സാറയുടെ ഫ്രണ്ട് ചോദിക്കുമ്പോൾ ഡെയിൽ പറയുന്നു, അത് വേറൊന്നുമല്ല, എനിക്ക് ഡോഗിനെ അലർജിയാ, അതുകൊണ്ടാണ്. ഇതിനുശേഷം സാറ ജോഷിനെ കാസിനോയിൽ പോയി കണ്ട് അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറയുന്നു. എന്നാൽ ഇത് കേട്ടിട്ട് ജോഷിന് യാതൊരു സന്തോഷവും തോന്നുന്നില്ല. അതും പോരാഞ്ഞ് നീ ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? അതും പറഞ്ഞ് സാറയെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അങ്ങനെ വീട്ടിൽ വന്ന സാറ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴുണ്ട് എന്തോ ഉടയുന്നത് പോലെ സൗണ്ട് കേട്ട് അവൾ ഉണർന്നു. ഇതെന്താണെന്ന് ചെക്ക് ചെയ്യാനായി അവൾ താഴത്തെ നിലയിലേക്ക് വരുമ്പോൾ ബോട്ടിൽ ഉടങ്ങിക്കിടക്കുന്നത് കണ്ടു. അതിന്റെ അടുത്തിരുന്ന് ജോഷ് ആണെങ്കിൽ മദ്യപിക്കുകയാണ്. ഇത് കണ്ട് സാറ ജോഷിനോട് ചോദിക്കുവാണ്, എന്തു പറ്റി നിങ്ങൾക്ക്? നിങ്ങൾ എന്തിനാ ഈ നട്ട പാതിരാത്രിക്ക് കുടിക്കുന്നത്? അപ്പോൾ ജോഷ് സാറയോട് പറയുന്നു, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്നേക്ക് വരെ നിന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരുപാട് മോശ സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ലെന്നാണ് അന്ന് പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞത്. ഞാൻ അതിപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ, അതായത് ഇതിനു മുമ്പ് ജോഷിനൊരു കോൾ വന്നിട്ട് മുഖം വാടിയില്ലേ, അത് ഒരു ക്ലിനിക്കിൽ നിന്ന് ഈ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവന്റെ മുഖം വാടിയതാണ്. അതോടെ കുട്ടികൾ ഉണ്ടാകില്ലെന്ന് കൺഫേം ആയി. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളപ്പോൾ നീ എങ്ങനെ പ്രഗ്നന്റ് ആയി? അപ്പോൾ നീ എന്നെ ചതിക്കുകയായിരുന്നോ? സാറ അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, അല്ല, ഞാൻ നിങ്ങളോട് ഒരു ചതിയും ചെയ്തിട്ടില്ല, ഇത് നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ്. പക്ഷേ ജോഷ് അവളെ വിശ്വസിക്കാൻ കൂട്ടാക്കാതെ സാറയെ തള്ളി മാറ്റിയിട്ട് വീട് വിട്ടു പോകുന്നു. സാറയ്ക്ക് വല്ലാത്ത വിഷമമായി. ഇതിനുശേഷം അന്ന് രാത്രിയിലും സാറ പതിവ് പോലെ ശ്വാസം മുട്ടി ഞെട്ടി ഉണരുകയാണ്. ഇപ്രാവശ്യം അവളുടെ കൈ മുറിഞ്ഞ് ബ്ലഡ് വന്നിരിക്കുന്നു. അത് മാത്രമല്ല അവളുടെ ബോഡിയിൽ ഡ്രസ്സുമില്ല. അവൾ അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സാറ അടുത്ത ദിവസം രാവിലെ തന്നെ അവളുടെ റൂമിൽ ഒരു CCTV ക്യാമറ ഫിറ്റ് ചെയ്തു. എന്നിട്ട് ജോഷിനെ പല പ്രാവശ്യം സാറ വിളിക്കുകയാണ്. എന്നാൽ ജോഷ് ആണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ ജോഷ് ഇല്ലാത്തതിനാൽ അന്ന് രാത്രിയിൽ കൂടെ കിടക്കാനായി സാറയുടെ ഫ്രണ്ട് വരുന്നു. അങ്ങനെ അന്ന് അർദ്ധരാത്രി ആയപ്പോൾ പട്ടിയുടെ കുര കേട്ട് സാറയുടെ ഫ്രണ്ട് ഉണർന്നു. അവൾ പട്ടി എന്തിനാ കുരയ്ക്കുന്നതെന്ന് നോക്കാനായി താഴെ ചെന്ന് നോക്കുമ്പോൾ ആ പട്ടിയെ ആരോ കത്തി വെച്ച് കുത്തി കൊടൂരമായി കൊന്നിട്ടേക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ സാറയുടെ ഫ്രണ്ടിനെ തലക്കടിച്ച് വീഴ്ത്തി. അങ്ങനെ ഈ സൗണ്ട് കേട്ട് സാറ ഉണർന്നു. അവളും അതെന്താണെന്ന് നോക്കാനായി താഴേക്ക് വരുന്നു. അടുത്ത നിമിഷം സാറ ശ്വാസം മുട്ടി ഞെട്ടി ഉണരുകയാണ്. സാറയ്ക്ക് മാത്രമല്ല സാറയുടെ ഫ്രണ്ടിനും ഇതേ അവസ്ഥ. നായ ചെന്ന് നോക്കുമ്പോൾ നായ ജീവനോടെയുണ്ട്. പക്ഷെ അത് പേടിച്ചിട്ടാവണം പുറത്തേക്ക് ഓടിപ്പോകുന്നു. അതേസമയം നിലത്ത് രക്തക്കറ കാണുന്നു. അത് മാത്രമല്ല രക്തം പറ്റിയിട്ടുള്ള ഒരു തുണിയും കൂടി കിട്ടുന്നുണ്ട്. ആ സമയത്താണ് ഫ്രണ്ടിന് ഡെലിവറി പെയിൻ ഉണ്ടാകുന്നത്. സാറ ഉടനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. താമസിക്കാതെ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ ഫ്രണ്ടിന് നല്ല വിഷമമുണ്ട്. കാരണം ഈ കുട്ടിക്ക് അച്ഛനില്ലല്ലോ. ഇതേ സമയം ജോഷിനെ കാണിക്കുന്നു. ജോഷ് ഒരു ഫ്രണ്ടുമായി സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഫ്രണ്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, നിന്റെ ഭാര്യ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, അത് ഉറപ്പായി നിന്റെ കുഞ്ഞാണ്. വെറുതെ സംശയിച്ച് സമയം കളയാതെ നീ പോയി നിന്റെ ഭാര്യയുമായി സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്ക്. അടുത്ത സീനിൽ കാണിക്കുന്നത് സാറയാണ്. സാറ തനിച്ച് അവളുടെ വീട്ടിലാണ്. അപ്പോൾ സാറയുടെ ഫ്രണ്ട് അവളെ വിളിച്ചിട്ട് പറയുന്നു, നീ അവിടെ തനിച്ച് നിൽക്കണ്ട, വേഗം ഹോസ്പിറ്റലിലേക്ക് വരാനെന്ന് പറയുന്നു. പക്ഷേ സാറ അത് കേൾക്കാതെ ഇവിടെ തന്നെ നിൽക്കുവാണെന്ന് ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ സാറ അവളുടെ തല ടേബിളിൽ വെച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുത്തൻ അവളുടെ പിന്നിൽ നിൽക്കുന്നതായി കാണിക്കുന്നു. പക്ഷേ സാറ അവനെ കാണുന്നില്ല. ആ സീൻ അവിടെ കട്ടായിട്ട് അടുത്ത ദിവസം സാറ ഉറക്കത്തിൽ നിന്ന് വീണ്ടും ശ്വാസം മുട്ടി ഞെട്ടി ഉണരുകയാണ്. അതുമാത്രമല്ല അവളുടെ ദേഹത്ത് ഡ്രസ്സുമില്ല. അപ്പോൾ അവൾ ഫിറ്റ് ചെയ്ത CCTV ക്യാമറയുടെ കാര്യം ഓർക്കുന്നു.
അങ്ങനെ അവൾ ആ ഫുട്ടേജ് നോക്കുമ്പോൾ രാത്രിയിൽ ഒരാൾ അവളെ സെറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അവളെ റേപ്പ് ചെയ്യുന്നു. ആ വ്യക്തി മറ്റാരുമല്ല, അയൽക്കാരനായ ഡെയിലാണ്. എന്നിട്ട് അവൻ നിലത്ത് കറുത്ത പ്ലാസ്റ്റിക് കവർ വിരിച്ചിട്ട് സാറയെ അതിലിരുത്തി അവളുടെ കഴുത്തിന് കത്തി വെച്ച് മുറിച്ച് അവളെ കൊല്ലുന്നു. സാറയെ കൊല്ലുന്നത് സാറ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവൻ ആ രക്തമെല്ലാം തുടച്ചു മാറ്റിയിട്ട് സാറയെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി അവളുടെ വായോട് അവന്റെ വാ വെച്ച് ശ്വാസം നൽകിയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം സാറ ഞെട്ടിയുണരുകയാണ്. എന്നാൽ അവൾക്കപ്പോൾ ഒരു കുഴപ്പവുമല്ല. ഇതെല്ലാം കണ്ട് ഷോക്കായ സാറ ആ ലാപ്ടോപ്പും എടുത്ത് നേരെ പ്രസവിച്ച് കിടക്കുന്ന അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി ആ ഫൂട്ടേജ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഫ്രണ്ട് ഇതെല്ലാം കണ്ടിട്ട് സാറയോട് പറയുന്നു, ആ ചെറുക്കൻ എന്തായി ചെയ്യുന്നേ, നമുക്ക് ഉടനെ പോലീസിനെ വിളിക്കാം. എന്നാൽ സാറ പറയുന്നത്, പോലീസിനെ അറിയിച്ചാൽ ഈ കേസ് എങ്ങനെ നിലനിൽക്കാനാണ്? അവൻ കൊന്ന ഞാനിപ്പോൾ ഒരു പരിക്കും കൂടാതെ ജീവനോടെ നിൽക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? സോ അവൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നെറ്റിൽ ഡെയിൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരു ആർട്ടിക്കിൾ കാണുന്നു. അത് 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തെ കുറിച്ചാണ്. അതായത് തുടക്കത്തിൽ നമ്മൾ ഒരു പയ്യനെ കണ്ടില്ലേ, ആ പയ്യനാണ് ഈ ഡെയിൽ. അന്ന് അവന്റെ അച്ഛൻ അവന്റെ അമ്മയെ മൃഗീയമായി കൊന്നായിരുന്നല്ലോ. അതിന് ഒരു പോലീസ് ഓഫീസറും സാക്ഷിയായിരുന്നു. ഇതിനിടയിൽ ആ ഓഫീസർ ഛർദ്ദിക്കാൻ പോയപ്പോൾ ഡെയിൽ അമ്മയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഛർദിൽ കഴിഞ്ഞ ഓഫീസർ തിരികെ വരുമ്പോൾ രക്തത്തിൽ കുളിച്ച ജീവനോടെ നിൽക്കുന്ന അമ്മയാണ് കാണുന്നത്. അപ്പോൾ അന്ന് അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ കാരണം ഈ ഡെയിലാണ്. സാർ ആ അമ്മയെ പറ്റി നോക്കുമ്പോൾ അവരിപ്പോൾ ഒരു മെന്റൽ ഹോസ്പിറ്റലിലാണെന്ന് അറിയുന്നു. അതുകൂടാതെ സാറയ്ക്ക് ഒരു കാര്യം കൂടി ബോധ്യമായി, തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഭർത്താവിന്റെ അല്ല, മറിച്ച് ഡെയിലിൻ്റെതാണെന്ന്. അതേസമയം സാറയുടെ ഫ്രണ്ടും അവളുടെ കുഞ്ഞിനെ വളരെ ദയനീയമായി നോക്കുകയാണ്. കാരണം 7-8 മാസങ്ങൾക്ക് മുമ്പ് വരെ ഡെയിലും അവളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. എന്നാൽ അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കാം അവൻ അവരുടെ വീട്ടിൽ വരാതായത്. സാറയെ പോലെ അതേ അനുഭവം അവൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞ് ഡെയിലിൻ്റെതാണ്. അതേസമയം സാറ ഡെയിലിന്റെ അമ്മയെ കാണാനായി മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അപ്പോൾ ഡെയിലിന്റെ അമ്മ സാറയോട് പറയുകയാണ്, എന്റെ മകന് ആർക്കും ലഭിക്കാത്ത ഒരു അമാനുഷിക കഴിവ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കഴിവ് കൊണ്ടാണ് 10 വർഷത്തിന് മുമ്പ് മരിച്ചുപോയ എന്നെ പുനർജീവിപ്പിച്ചത്. അങ്ങനെ ഒരു അനുഗ്രഹം തനിക്കുണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ ആ കഴിവിനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ അവന് ഏറ്റവും പ്രിയപ്പെട്ട മുയലിനെ കൊന്നിട്ട് അതിന്റെ വായിൽ അവന്റെ വാ വെച്ച് ശ്വാസം നൽകിയിട്ട് കം ബാക്ക് ടു മീ എന്ന് പറഞ്ഞതും അടുത്ത സെക്കൻഡിൽ ചത്തുപോയ മുയൽ ജീവനോടെ വരുന്നു. അതിനുശേഷം ആ നാട്ടിലുള്ള പെൺകുട്ടികളെയെല്ലാം തട്ടിക്കൊണ്ട് വന്നിട്ട് അവരോട് മോശമായി പെരുമാറിയിട്ട് അവർക്ക് തിരിച്ച് ജീവൻ നൽകി ഒന്നും ഓർക്കാത്ത രീതിയിൽ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നു. അമ്മ ഇതെല്ലാം അറിഞ്ഞ് അവനെ വാൺ ചെയ്തു. പക്ഷേ സീഡ്സ് ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ നിർത്തുകയുള്ളെന്ന് അവൻ വാശി പിടിച്ചു. അത് പ്രകാരം അവന്റെ ദുശീലം നിർത്താനായി അമ്മ അവന് സ്വീറ്റ്സ് ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ അവൻ അവന്റെ ദുശീലം തുടർന്നു കൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു മകനെ പ്രസവിച്ചതിൽ മനം നൊന്ത് അമ്മ വെയിൻ കട്ട് ചെയ്തു മരിക്കുന്നു. പക്ഷേ അവിടെയും വെറുതെ വിട്ടില്ല. ഡെയിൽ ശ്വാസം കൊടുത്ത് അമ്മയെ പുനർജീവിപ്പിച്ചിട്ട് എന്നെ വിട്ട് നിങ്ങൾ എവിടെയും പോകരുതെന്ന് അമ്മയോട് പറയുന്നു. എന്നാൽ അമ്മ പല പ്രാവശ്യവും മരിക്കാൻ നോക്കി. പക്ഷേ മകൻ അപ്പോഴൊക്കെ ജീവൻ തിരിച്ചു കൊടുത്തു. അപ്പോഴൊക്കെ എടുത്ത ഫോട്ടോസ് ആണ് നമ്മൾ നേരത്തെ കണ്ടത്. തന്റെ മകനിൽ നിന്ന് മോചനം ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയ അമ്മ റോഡിലിറങ്ങി ഒരു ഭ്രാന്തിയെ പോലെ കാണിച്ച് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് അവരെ തന്നെ കത്തിച്ചു. ഉടനെ പോലീസ് എത്തി അവരെ രക്ഷിച്ച് അവർ ഒരു മെന്റൽ പേഷ്യന്റ് ആണെന്നും കരുതി മെന്റൽ ഹോസ്പിറ്റലിലാക്കി. അവൻ ചെയ്യുന്നത് വലിയ തെറ്റാണ്. എന്നാലും അവൻ എന്റെ മകനല്ലേ, എനിക്ക് അവനെ കൊല്ലാൻ കഴിയുകയില്ല. നിനക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അവനെ കൊല്ലാനെന്ന് അമ്മ സാറയോട് പറയുന്നു. ഇത് പറഞ്ഞ അമ്മ മുഖം തിരിക്കുമ്പോൾ അവരുടെ പകുതി മുഖഭാഗം വെന്തിരിക്കുന്നതായി കാണാം. അതിനുശേഷം സാറ വീട്ടിലേക്ക് പോകുന്നു. അടുത്ത സീനിൽ ജോഷ് സാറയോട് ക്ഷമ ചോദിക്കാനായി ഒരു ബൊക്കയുമായി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ ഇതേ സമയം സാറയും വീട്ടിലെത്തുന്നു. അവൾ കതക് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ആരോ മാസ്ക് ധരിച്ച് സാറയുടെ മുന്നിലേക്ക് വരികയാണ്. സാറ ഉടനെ തോക്കെടുത്ത് അയാളെ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ആളെ ചെന്ന് നോക്കുമ്പോഴാണ് അവൾ വെടിവെച്ചിട്ടത് സ്വന്തം ഭർത്താവിനെയാണെന്നറിയുന്നത്. അവൾ അലറി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൈക്കോ ഡെയിൽ ബൊക്കയുമായി സാറയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവൻ സാറയോട് പറയുകയാണ്, ഇവൻ നിനക്ക് സെറ്റ് ആവില്ല, ഒരിക്കലും അവനെ കൊണ്ട് നിനക്ക് സന്തോഷിക്കാനാവില്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ എന്റെ സ്വഭാവമെല്ലാം മാറ്റി നിനക്ക് വേണ്ടി നിന്നോടൊപ്പം ജീവിക്കാൻ തയ്യാറാണെന്ന് ഡെയിൽ പ്രോമിസ് ചെയ്യുന്നു. ഇത് കേട്ട് സാറ അവന് സമ്മതം മൂളി അവന് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം സാറ അവനെയും വിളിച്ച് ബെഡ്റൂമിലേക്ക് വന്നിട്ട് അവനോട് സ്നേഹത്തോടെ സംസാരിച്ച് അവനൊരു കിസ് കൊടുക്കുന്നതായി നടിച്ചിട്ട് അവന്റെ വായിൽ നിന്ന് ശ്വാസമെടുത്തു. തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഡെയിൽ അവളെ ആക്രമിക്കുകയാണ്.
ഇതിനിടെ സാറയ്ക്ക് ഒരു ഗ്ലാസ് പീസ് കിട്ടി. അതെടുത്ത് ഡെയിലിനെ ആക്രമിച്ച് താഴെയിട്ടു. അതിനുശേഷം അവൾ വേഗം പോയി ജോഷിന് ഡെയിലിൽ നിന്നെടുത്ത ആ ശ്വാസം കൊടുത്തു. അതോടെ ജോഷിന് ജീവൻ തിരിച്ചു കിട്ടി. അത് മാത്രമല്ല, ജോഷിന്റെ ബോഡിയിലേക്ക് തുളച്ചു കയറിയ ബുള്ളറ്റ് ആ സമയം താഴേക്ക് വീഴുന്നു. അപ്പോഴുണ്ടല്ലോ ഡെയിൽ ഇവരുടെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നു, ഒന്നിനെയും വെറുതെ വിടില്ല, എല്ലാത്തിനെയും കൊല്ലില്ല. എന്നിട്ട് കത്തി ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കാനായി വരുമ്പോൾ സാറ കയ്യിലുണ്ടായിരുന്ന ഗൺ വെച്ച് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഡെയിൽ മരിച്ചതോടെ അവന്റെ പവറും അവിടെ ഇല്ലാണ്ടാവുകയാണ്. അതോടെ അവൻ ജീവൻ കൊടുത്ത ഓരോരുത്തരായി, അതായത് സാറ, ജോഷ്, ഡെയിലിന്റെ അമ്മ, സാറയുടെ ഫ്രണ്ട്, അങ്ങനെ ഓരോരുത്തരും അവിടെ മരിച്ചു വീഴുകയാണ്. പക്ഷേ ഡെയിൽ മുഖേന സാറയുടെ ഫ്രണ്ട് പ്രസവിച്ച ആ കുഞ്ഞിന് ഒരാപത്തും ഉണ്ടാവുന്നില്ല. ഇതോടെ ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്.